ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ കേരള പോലീസ് സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു കർമ്മ പരിപാടിക്ക് കേരള പോലീസ് നേതൃത്വം കൊടുക്കുകയാണ്. മൈ പോലീസ് സ്റ്റേഷൻ, എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. കേരള പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുന്ന ഒരു കർമ്മ പരിപാടിക്കാണ് രൂപം കൊടുക്കുന്നത്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ പരിവർത്തനമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം നൽകാനും ജനാധിപത്യ പോലീസ് എന്ന സങ്കല്പത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഫീലിംഗ് എല്ലാ പൗരന്മാർക്കും ഉണ്ടാകുക, അവർക്ക് പോലീസ് സ്റ്റേഷനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുക, അതുപോലെ പോലീസുകാർക്കും എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന വികാരത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള അവസരം നൽകുക. അപ്പൊ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ട്ലി ആക്കുക എന്ന ലക്ഷ്യമാണ് ജനങ്ങളുടെ പരാതികളും ആവലാതികളും സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സംവിധാനം ഇതോടൊപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിലെ പോലീസിൽ വരുത്തുന്ന ഒരു വലിയ മാറ്റമാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് സ്റ്റേഷന്റെ ചുമതല SHOമാരുടെ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്കായിരുന്നു. പണ്ട് ഈ ചുമതല SIമാർക്കായിരുന്നു. ഞങ്ങൾ ഈ രണ്ട് കാലഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ DGPയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ആ കമ്മിറ്റി വളരെ വിശദമായ പരിശോധന നടത്തിയതിന്റെ വെളിച്ചത്തിൽ സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് നൽകാനും CIമാർക്ക് 3-4 പോലീസ് സ്റ്റേഷനുകളുടെ സൂപ്പർവൈസറി പൊസിഷൻ നൽകാനും ഉള്ള ശുപാർശയാണ് ലഭിച്ചത്. ഗവൺമെന്റ് അത് അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്ന തീരുമാനമെടുത്തു. അപ്പൊ അതിൽ ഒരു സമൂലമായ പരിവർത്തനമാണ് ഇപ്പോൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. സബ് ഇൻസ്പെക്ടർമാരായി നേരിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന യുവതികൾക്ക് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കുന്നത് അവരുടെ കാര്യക്ഷമതയെയും എടുക്കാനുള്ള കഴിവിനെയും ശക്തമാക്കുമെന്നാണ് DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിലെ 484 ലോ ആൻഡ് ഓർഡർ പോലീസ് സ്റ്റേഷനുകളുടെയും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ തങ്ങളുടേതു കൂടിയാണ് എന്ന് ബോധ്യപ്പെടാനും ജനകീയ പോലീസിംഗ് എന്ന ആശയം കൂടുതൽ ദൃഢമാക്കാനും ഇത് ഉപകരിക്കും. കേരളത്തിലെ 419 പോലീസ് സ്റ്റേഷനുകളിലാണ് ഓഗസ്റ്റ് 15 മുതൽ SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. അതേസമയം വളരെയധികം പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകൾ SHOമാരായി സർക്കിൾ ഇൻസ്പെക്ടർമാർ തുടരും. ഉദാഹരണമായി തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ തിരക്കേറിയ നമ്മുടെ സിറ്റികളിൽ ഉൾപ്പെടെയാണ് ഈ 64 പോലീസ് സ്റ്റേഷൻ. മുല്ലപ്പെരിയാറിന്റെ നിർണായകവും തന്ത്രപരവുമായ പ്രാധാന്യം കൊടുത്ത് ആ സ്റ്റേഷന്റെ ചുമതല SHOയുടെ ചുമതല DYSPക്കായിരിക്കും. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ രൂപീകരിച്ചത്. അന്നും DYSPക്കായിരുന്നു അതിന്റെ ചുമതല. ഇപ്പോഴത് തുടരും.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടതുമായൊരു കാര്യം, കേരളത്തിലെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരാകാൻ പോകുന്നത് വനിതാ സബ് ഇൻസ്പെക്ടർമാരായിരിക്കും. അപ്പൊ 63 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല വനിതാ സബ് ഇൻസ്പെക്ടർമാർക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർമാരെ SHOമാരായി നിയമിക്കുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മീൻസ് ഒരു ഓവറോൾ സൂപ്പർവിഷനുള്ള അധികാരം സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 200 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കുകയാണ്. അവരായിരിക്കും മൊത്തത്തിൽ അവരുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനുകളുടെ നിരീക്ഷണവും മാർഗനിർദ്ദേശങ്ങളും നേതൃത്വവും നൽകുന്നത്. ഇനി മൈ പോലീസ് സ്റ്റേഷൻ, എന്റെ പോലീസ് സ്റ്റേഷൻ എന്നുള്ള പദ്ധതിയുടെ സവിശേഷതകൾ ഞാനൊന്ന് വിശദീകരിക്കാം. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെയും അഭിമാനത്തെയും അവകാശത്തെയും മാനിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്ന പൗരന്റെ സംതൃപ്തി ഉറപ്പാക്കുക എന്നതാണ് എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ എന്നിങ്ങനെ കസ്റ്റോഡിയൽ ക്രൈംസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ അടുത്ത സുപ്രധാനമായ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും അപരിഷ്കൃതമായ നടപടികൾ ഒന്നാണ് കസ്റ്റോഡിയൽ ക്രൈംസ്. ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ആരുടെ നേരെ മൂന്നാം മുഖ പ്രയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് നിയമവിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്. കുറ്റകൃത്യം തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങളും സമീപനങ്ങളും. അതുകൊണ്ട് തന്നെ കസ്റ്റോഡിയൽ ക്രൈംസ് ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായിരിക്കും മൈ പോലീസ് സ്റ്റേഷൻ, എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ SHOമാരായി വരുന്ന SIമാർക്കെല്ലാം ഒരു ഓറിയന്റേഷൻ ട്രെയിനിങ് നൽകണം. പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഘട്ടം ഘട്ടമായി ഓറിയന്റേഷൻ ട്രെയിനിങ് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഓൾറെഡി CIമാരുടെ കഴിഞ്ഞു, SIമാരുടെ കഴിഞ്ഞു. ഇപ്പൊ CIമാരുടെ ട്രെയിനിങ് തിങ്കളാഴ്ച തീരും. ഓൾറെഡി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർവൈസറി ഇൻസ്പെക്ടർമാരുടെയും DVSPമാർക്കും പ്രത്യേക പരിശീലനം നൽകും. സൂപ്പർവൈസറി ഉദ്യോഗസ്ഥർ എന്നത് സർക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലോട്ടുള്ളവരാണ്. ഇവരുടെ സജീവമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും സുഗമമാക്കാനും കഴിയൂ. പൗരന്മാരോടും അതോടൊപ്പം തന്നെ തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന കീഴ് ജീവനക്കാരോടും നല്ല ബന്ധം പുലർത്താൻ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയണം. അനാവശ്യമായ സമ്മർദ്ദം പലപ്പോഴും ആത്മഹത്യയിലേക്കും സംഘർഷത്തിലേക്കും ഒക്കെ പോലീസുകാരെ നയിക്കുന്നു എന്നുള്ള പരാതികൾ പണ്ട് മുതലേ ഉള്ളതാണ്. ആ അവസ്ഥ ഒഴിവാക്കാൻ കൂടി ഈ ട്രെയിനിങ് സംവിധാനം സഹായിക്കുമെന്നാണ് എന്റെ വിശ്വാസം. സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാർ സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ പഠിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് നമുക്കറിയാം, സൈബർ ക്രൈംസ് ആണ് കൂടുതലുള്ളത്. സൈബർ ക്രൈംസ് കൂടുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൈംസ് വർദ്ധിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പോലീസുകാരും സൂപ്പർവൈസറി ഉദ്യോഗസ്ഥന്മാരും സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. അതുവഴി മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഹൈടെക് കുറ്റകൃത്യങ്ങളുടെ കാലമാണ്. ലോൺ ആപ്പുകൾ, സൈബർ തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലുള്ള അപമാനങ്ങൾ, ഇതെല്ലാം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്.
ഇതെല്ലാം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ പോലീസിനെ പ്രാപ്തമാക്കും. ഇതിനായി IG സെക്യൂരിറ്റി, അതാണ് ഏറ്റവും പ്രധാനം, ഇതിനായി IG സൈബർ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴൊരു പ്രത്യേക സംവിധാനം തന്നെ കാര്യക്ഷമമായി ശക്തിപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ട് ഇത്തരം ഫ്രോഡുകൾ കണ്ടെത്താനും ഇരകളാകുന്ന ആളുകൾക്ക് പൂർണ്ണമായ നീതി ഉറപ്പുവരുത്താനും കഴിയത്തക്ക നിലയിൽ ഈ IG സൈബർ സെക്യൂരിറ്റിയുടെ മേൽനോട്ടത്തിലുള്ള പ്രവർത്തനം ത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ കേരളം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് കമ്മ്യൂണിറ്റി പോലീസ്. ആ കമ്മ്യൂണിറ്റി പോലീസ്, ജനമൈത്രി പോലീസ്, അത് നല്ല പ്രയോജനം ചെയ്ത ഒന്നാണ്. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി അത് യാന്ത്രികമായ പ്രവർത്തനത്തിലേക്ക് ചുരുങ്ങുകയുണ്ടായി. വാസ്തവത്തിൽ ഈ കമ്മ്യൂണിറ്റി പോലീസ് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബീറ്റ് പോലീസാണ്. വീടുകളിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുക, പ്രായമായ ആളുകളെ സഹായിക്കുക, വിദേശത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സഹായം കൊടുക്കുക, അങ്ങനെ രോഗികളും കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം. അങ്ങനെ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒരു നല്ല സ്കീമായിരുന്നു. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അതിനെ ശക്തിപ്പെടുത്താൻ തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതിന്റെ പര്യാപ്തമായ നിലയിൽ കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ ശക്തിപ്പെടുത്താൻ ഉള്ള തീരുമാനം കൂടി നമ്മൾ എടുക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഫീഡ്ബാക്ക്, മൈ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ എൻ്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ഫീഡ്ബാക്ക് ശേഖരിക്കാനുള്ള സംവിധാനം. റേഞ്ച് DIGമാരുടെ ചുമതലയിലുള്ള ഓരോ സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്കുകൾ ശേഖരിക്കാം. അപ്പൊ DIGമാർ എന്ത് ചെയ്യണം? അവരുടെ കീഴിലുള്ള ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക. എത്ര പെറ്റീഷൻ വരുന്നു, എത്ര പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യുന്നു, ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, ഈ തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചുള്ളതും തെളിയിക്കുന്നതിനെ സംബന്ധിച്ചതുമായ കാര്യങ്ങൾ സ്വീകരിക്കുക. അത് വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനിലെ SHOമാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നൽകുക എന്നുള്ളതാണ് ഈ മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ ഫീഡ്ബാക്കുകൾ കിട്ടാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും വിലയിരുത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ എൻ്റെ പോലീസ് സ്റ്റേഷൻ സ്കീമിലൂടെ അതിന്റെ പ്രോപ്പറായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ADGP ലോ ആൻഡ് ഓർഡർ ആയിരിക്കും മൈ പോലീസ് സ്റ്റേഷന്റെ കോർഡിനേറ്റർ. CP വിജയൻ ആയിരിക്കും അതിന്റെ കോർഡിനേറ്റർ. സംസ്ഥാന പോലീസ് മേധാവി ഈ പദ്ധതിയുടെ പ്രതിമാസ പ്രോഗ്രസ് റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കും. അതാണ് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും വലിയ പരാതി വരുന്നത് പലപ്പോഴും ഒരു പരാതി കൊടുത്തിട്ട് പരിഹാരം ഉണ്ടാവുന്നില്ല. ഈ ആളുകൾ വീണ്ടും വീണ്ടും ഈ പരാതിയുടെ പുറകെ നടക്കും. അപ്പം ഒരു മാസത്തിൽ എത്ര പരാതി കിട്ടി, അപ്പൊ DGPക്ക് അറിയാൻ പറ്റും. തന്റെ ഓഫീസിൽ ഇരുന്നാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയും എത്ര FIR ഇട്ടു, എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു. അതാണ് പ്രധാനം, എത്ര എണ്ണം തീർപ്പ് കൽപ്പിക്കുന്നു. തീർപ്പ് കൽപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഇതൊരു ചോദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ സ്പീഡി ഡിസിഷൻസ് ഉണ്ടാകും. അപ്പൊ അതിനുള്ള സംവിധാനം കൂടി ഇതിലൂടെ ഉണ്ടാകും. ആളുകൾ, സാധാരണ ജനങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാകും. ഒക്ടോബർ 2 മന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും ഹൈടെക് ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന പരാതികൾ കൃത്യമായി അതിന് പരിശോധിച്ച് തീരുമാനമെടുക്കാനും അത് ആളുകളെ അറിയിക്കാനുമുള്ളൊരു നൂതന സംവിധാനം കൂടി, അത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം, ഒരു നൂതന സംവിധാനം കൂടി ഒക്ടോബർ 2 നിലവിൽ വരാൻ പോവുകയാണ്. കാരണം നമുക്കൊരു പരാതി തന്നിട്ട് പിന്നെയും വരുന്ന ആളുകൾ എന്താ പറയുന്നത്? സാർ, അന്ന് ഞാൻ പരാതി തന്നിരുന്നു, ഒന്നും ആയില്ല. അപ്പം പൊതുജനങ്ങൾക്ക് പരാതി നൽകിയാൽ അവർക്ക് സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുക.
ചിലതിന് നമുക്ക് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കോടതി കിടക്കുന്നതായിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ പരാതി തരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള പരാതി സോൾവ് ചെയ്ത് അവരെ അറിയിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗ്രീവൻസസ് റിഡ്രസൽ, അത് പോലീസ് സ്റ്റേഷൻ മുതൽ ആഭ്യന്തരമന്ത്രി വരെയുള്ള ഓഫീസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ, പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഞങ്ങൾ പോലീസ് ട്രെയിനിങ്ങിലും കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ ഉള്ള നിർദ്ദേശം DGPക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പോൾ ആ സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരന് കൊടുക്കേണ്ട ട്രെയിനിങ്ങിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ സെൻട്രിക് റിഫോം എന്ന് പറയുന്നത്. ആ റിഫോമിലൂടെ ജനങ്ങൾക്ക് പരമാവധി സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളും ഇപ്പം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ പോലീസ് സ്റ്റേഷനും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചപ്പും ചവറും ഈ വർഷങ്ങളായി കിടക്കുന്ന പഴയ വാഹനങ്ങളും തുരുമ്പും ഇതെല്ലാം മാറ്റി പോലീസ് സ്റ്റേഷൻ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി, ജനങ്ങൾ വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, പരമാവധി സ്ഥലങ്ങളിൽ അവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളത് നൽകാനുള്ള സംവിധാനം, എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ കളർ, ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ സംവിധാനം. അപ്പോൾ ഓഗസ്റ്റ് 15 കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നവീകരിക്കപ്പെടുകയാണ്. ഒരേ പെയിന്റ് അടിച്ച് ഒരേ സാഹചര്യം ഉണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന ഈ തുരുമ്പും പഴയ വാഹനങ്ങളെല്ലാം മാറ്റി വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഘടകമാണ്. ഇപ്പൊ തന്നെ ബാലരാമപുരത്ത് ജനങ്ങൾ മുന്നോട്ട് വന്ന് CI ഓഫീസ് പണിഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇറ്റ്സ് എ പീപ്പിൾ, ജനങ്ങൾക്ക് ആവശ്യമാണ് പോലീസ് ജനങ്ങളോടൊപ്പമാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ടാണ് സമഗ്ര പോലീസ് പരിഷ്കരണത്തിന് കേരള ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിൽ ഇന്ന് മഴക്കാലത്ത് രൂക്ഷമായ പ്രളയക്കെടുതി ഉണ്ടായ സ്ഥലങ്ങളാണ്. അവിടെ ഇന്ന് പാസിംഗ് ഔട്ട് ഇന്ന് പാസിംഗ് ഔട്ട് ഒന്ന് നടത്തും. നാളെ ഞാൻ പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ട്. പാസിംഗ് ഔട്ട് കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ലീനിങ്ങിനും വേണ്ടി നിയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ജീവനക്കാർ ഓൾറെഡി അവിടെ ഉണ്ട്. അവരും ചേർന്ന് പാവപ്പെട്ട ജനങ്ങൾ വീടുകളിൽ പോയി താമസിക്കാൻ പോകുമ്പോൾ അവിടെയെല്ലാം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. അത് ക്ലീൻ ചെയ്യാനും ആളുകളെ സഹായിക്കാനും പുതിയ പാസിംഗ് ഔട്ട് നടത്തി പുറത്തു വന്നിട്ടുള്ള പുതിയ പോലീസുകാരെ നിയോഗിക്കാനും ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പദ്ധതി പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കാവലാളായി പോലീസ് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഇതിനാവശ്യമായ ട്രെയിനിങ് നൽകി അവരെ ഇതിനെ എക്വിപ്പ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ല, ഈ കുറ്റകൃത്യങ്ങളും അന്വേഷണവും രണ്ടാക്കണം എന്നുള്ളത് പണ്ട് തൊട്ടേ പോലീസിന്റെ ഒരു ശുപാർശയാണ്, പോലീസ് കമ്മീഷന്റെ ഒക്കെ. പക്ഷേ കേരളത്തിൽ അത് നടപ്പായിട്ടില്ല ശരിക്കും. കാരണം അതിന്റെ ആരുടെയും കുറ്റമല്ല, ആവശ്യത്തിനുള്ള പോലീസ് ഫോഴ്സ് നമുക്കില്ല അതിനുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് ജനസംഖ്യ ആനുപാതികമായി ആവശ്യത്തിനുള്ള പോലീസ് നമുക്കില്ല. ഉണ്ടെങ്കിൽ പോലീസ് കമ്മീഷന്റെ പല ശുപാർശകളിലും ഇത് പറയുന്നുണ്ട്, കുറ്റാന്വേഷണവും ക്രമസമാധാനവും രണ്ടാക്കണം. നല്ല കാര്യമാണ്, പക്ഷെ നമുക്കത് കഴിയാത്ത അവസ്ഥയാണ്. അപ്പം SHO എന്ന് പറയുന്നത് ഇനിയും പോലീസായിരിക്കും, SI ആയിരിക്കും. സൂപ്പർവൈസറി പൊസിഷനിലേക്ക് ഇപ്പോൾ CI പ്രവർത്തിക്കും.
മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ജനങ്ങൾക്ക് സാവകാശം വേണ്ട ഗസറ്റഡ് ഓഫീസർമാരാണ്. അപ്പോൾ അത് കാണാതെയാണോ താങ്കൾ ഇത് വീണ്ടും റിവൈസ് ചെയ്യുന്നത്? മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട് ഉൾപ്പെടുന്ന മിക്ക സംസ്ഥാനങ്ങളിലെ ഇൻസ്പെക്ടർമാരാണ് SHOമാർ. എന്തുകൊണ്ടാണ് വീണ്ടും നമ്മുടെ താലൂക്കിനെ കാരണം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. കാരണം ഒരു ജോലിയില്ലാതെ SIമാർ അവിടെ ഇരിക്കുന്നു, പുതിയ റിക്രൂട്ട് ചെയ്ത SIമാർ അവിടെ ഇരിക്കുന്നു. അവർക്ക് നിരാശ. CIമാരാണെങ്കിൽ അവർക്ക് നേരത്തെ 3-4 സ്റ്റേഷന്റെ സൂപ്പർവൈസറി ചുമതല ഉണ്ടായിരുന്നു, അവരെ തരം താഴ്ത്തിയ SIയുടെ ജോലി ഏൽപ്പിക്കുന്നു, അവരും നിരാശ. ചുരുക്കത്തിൽ പോലീസ് സ്റ്റേഷൻ ആരും കാര്യമായി പ്രവർത്തിക്കാത്ത അവസ്ഥ. ഇതെല്ലാം പേഴ്സണലായി ഞാൻ തന്നെ നിയമസഭയിൽ നിരവധി തവണ പ്രതിപക്ഷത്തിനോട് പ്രസംഗിച്ച കാര്യമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവം അതാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കുറെ കൂടി ലോ ആൻഡ് ഓർഡർ കാര്യക്ഷമമാക്കാനും അതോടൊപ്പം തന്നെ കുറ്റാന്വേഷണം ശക്തിപ്പെടുത്താനും ഉള്ളൊരു മാർഗം ഇതാണെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ മാറ്റം. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ജനമൈത്രി പോലീസ് നല്ലൊരു കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്ത് കൊണ്ടുവന്നു തോന്നുന്നു അല്ലേ? അത് നല്ലതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രി ആയപ്പോഴും അത് തുടരുക ചെയ്ത്. നല്ല കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. അത് ഇടയ്ക്ക് വെച്ച് ആ ഒരു തളർച്ചയുണ്ടായി ജനമൈത്രി പോലീസ്. കാര്യമായ ഒരു പ്രവർത്തനം നടന്നില്ല. പക്ഷെ അത് നടക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നല്ല കാര്യമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങൾക്ക് നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾക്ക് മൈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരനായ ഒരാളിന് ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി. അത് ഇതിനകത്ത് തീർച്ചയായിട്ടും അത് തന്നെ വെരി ഗുഡ് പോയിന്റ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെയും ശുപാർശയുടെ ആവശ്യമില്ല. ഏതൊരു പൗരനും സ്വതന്ത്രവും പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനും അവന്റെ പരാതികൾ പറയാനും അവന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനുമുള്ള അവസരം കൊടുക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഇതിന്റെ ലക്ഷ്യം. അത് ഞങ്ങൾ ഉറപ്പാക്കും. എവിടെങ്കിലും ആരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ സ്വാഭാവികമായി വകുപ്പ് തല നടപടി അവരുടെ പേരിൽ ഉണ്ടാവും. ചിലരല്ലേ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ, പോലീസിൽ അത്രയും ആളുണ്ടാവും. അതിനാണ് ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നത്. അവരെന്ത് ചെയ്യണം, എന്താണ് അവരുടെ ലക്ഷ്യം, ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്, അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഈ ട്രെയിനിങ്. അപ്പൊ അതനുസരിച്ച് അവർ പെരുമാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർ they have to face the music. അതിനാണ് മുൻ മുഖ്യമന്ത്രി പറഞ്ഞുകൊടുത്ത കാര്യം ഭയങ്കരമായ രാഷ്ട്രീയ സ്വാധീനം പോലീസ് ഫോഴ്സിൽ ഉണ്ടാവുന്നുണ്ട്. പലരും രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നു. അത്തരം കാര്യങ്ങളെ തടയിടാൻ എന്താണ് നടപടി ഉണ്ടാവുക? അതായത് പൊളിറ്റിസൈസേഷൻ ഓഫ് പോലീസ്. ഒരു കാര്യം ഞാൻ പറയാം, പോലീസിൽ അങ്ങനെ 90% ആളുകൾ, നല്ല ശതമാനം ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ നിഷ്പക്ഷവും നീതിപൂർവമായി പെരുമാറുന്നവർ തന്നെയാണ്. അത് ഏത് പാർട്ടി ഭരിച്ചാലും. കേരളത്തിന്റെ അനുഭവം, ഞാൻ മറ്റു സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പൊ ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു നോക്കി നിയമവും നീതിയും നടപ്പാക്കുന്ന സ്ഥലം വളരെ കുറവാണ് ഇവിടെ. മറ്റു സംസ്ഥാനങ്ങളിൽ അതുണ്ട്. അത് കേരള പോലീസിന്റെ ഒരു ഇന്റഗ്രിറ്റിയുടെ ഭാഗമാണ്. അവര് സ്വാഭാവികം. പക്ഷെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിന് ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണോ നോക്കിയല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനം ഉണ്ടാകണമെന്ന അഭിപ്രായം എനിക്കുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നീതി എവിടെയാണ്? പോലീസിനെ നയിക്കേണ്ടത് പണ്ട് CRPCയും IPCയും ആണെങ്കിൽ ഇന്ന് BNS ആണ്. അത് ആ രീതി പോകണം. അല്ലെങ്കിൽ അതാണ് നീതി ജനങ്ങൾക്ക് നൽകേണ്ടത്. കേരളത്തിലെ പോലീസ് അസോസിയേഷൻ 3 പോലീസ് സംഘടനയെ 2ആക്കി മാറ്റി. ഒരു സംഘടന. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം സ്വീകരിക്കുമ്പോൾ ഈ പോലീസ് സംഘടന നേതാക്കന്മാരെ കുറിച്ച് ചർച്ച പോലും നടത്തിയില്ല എന്നുള്ള പരാതി. അപ്പൊ കോടതി അത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിൽ കോടതി സ്റ്റേ ചെയ്തിരിക്കണേ. അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലീസിന്റെ ആത്മാഭിമാനത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പോലീസുകാരുടെ സ്ട്രെസ് ഒഴിവാക്കുന്നൊക്കെ പറയുന്ന കാര്യത്തിൽ പോലീസ് സംഘടന എന്നുള്ളത് വ്യവസ്ഥാപിതമാണ്. ആ സംഘടനയെ ഈ 3 സംഘടന 2ആക്കുമ്പോൾ അവരുടെ അംഗത്വത്തിൽ മാറ്റം വരുത്തുമ്പോൾ നിലവിലുള്ള ഒരു സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാരവാഹികളെ കുറിച്ച് ചർച്ച പോലും നടത്താൻ തയ്യാറാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ടു. അത് ശരിക്കും അനീതിയല്ലേ? അത് പോലീസ് ഇത് കേസ് കോടതി കിടക്കുന്ന കേസാണ്. ഞാനത് പരാമർശിക്കുന്ന സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ പരാമർശിക്കുന്നില്ല. കോടതി മുമ്പാകെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ഇന്ന് നടപടി സ്വീകരിച്ചു
എന്താണ് അതിന്റെ കാരണം എന്നുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയും വിശദീകരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള സ്റ്റേഷൻ എടുക്കാൻ തലസ്ഥാനത്തെ സ്റ്റേഷൻ എടുത്തത് സ്റ്റേഷനിലുള്ള സാംസങ് സ്പെൻഡിന്റെ അനുവദിക്കപ്പെട്ട സ്പെൻഡിന്റെ അത്ര പോലും ആളില്ല എന്നതാണ് പ്രശ്നം. കുറെ ആൾക്കാർ വർക്കിംഗ് ആയതിനു വേണ്ടി പോകും, കുറെ ആൾക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായി കോടതി ഡ്യൂട്ടി പോകും. ഈ സംവിധാനം കൊണ്ടുവരുമ്പോഴും ഇത്രയുള്ള സ്ട്രെങ്ത് വെച്ചിന്റെ കാര്യങ്ങൾ ഇപ്പൊ 1200 പേര് ഇപ്പൊ തന്നെ വീണ്ടും നമ്മൾ പരിശീലനം കൊടുത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ 700ഓളം പേര് 900 പേര് നമ്മൾ ലോക്കൽ പരിഷത്ത്. എന്നാലും പറഞ്ഞത് ശരിയാണ്. ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ നമ്മുടെ പോലീസ് സേനയുടെ അംഗബലം കുറവാണ്. നമുക്ക് കുറെ കൂടി പോലീസ് ആവശ്യമാണ്. കാരണം പഴയ പോലെ അല്ലല്ലോ പോലീസ്. ഇപ്പൊ എല്ലാ രംഗത്തും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പറഞ്ഞത് ശരിയാണ്. പോലീസ് സേനയിലെ അംഗത്വം കൂട്ടാൻ ആളുകളുടെ പോലീസ് മെന്നിന്റെ വിമന്റെ അംഗത്വം കൂട്ടാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. ഈ സ്റ്റേഷനുകളിലെ പോലീസ് ക്യാമ്പുകളിൽ ഒരുപാട് പോലീസുകാരെ ഇങ്ങനെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അല്ല, അതിന് പ്രത്യേകത ഉണ്ട്. എല്ലാവരെയും വിടാൻ പറ്റില്ലല്ലോ. ഇപ്പൊ 900 പേരെ വിടാൻ പോവാണ്. അതിന് ട്രെയിനിങ് സമയമില്ലേ അല്ലേ? നമുക്കിപ്പോൾ 1200 പേര് പാസിംഗ് ഔട്ട് ആവാൻ പോകുന്ന 20-ാം തീയതി വരെ. ഇതേ സമയത്തിൽ നമുക്ക് ഒരു 900 പേഴ്സൺസിന് നമ്മുടെ ബറ്റാലിയൻസിന്റെ അവർ DHQയിൽ വരും. അവിടെ నుండి മറ്റേ എലിജിബിൾ ആയിട്ട് ആളുകളിന് പോലീസ് സ്റ്റേഷനിൽ DHQയും പോലീസ് സ്റ്റേഷനും ആൾമോസ്റ്റ് ഇപ്പോൾ ഒരു തന്നെയാണ്. നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആൾമോസ്റ്റ് 1000 ആളുകൾ നമുക്ക് സ്റ്റേഷൻസിൽ കിട്ടുന്നതാണ്. അത് ഒരു ഗുഡ് നമ്പർ ആയിരുന്നു. അത് മേബി അതിന്റെ ചില ആളുകൾ മാത്രമേ പൊതുവെ ആളുകൾ അവരുടെ ഓപ്ഷൻ ബേസിസിലാണ് നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുന്നതാണ്. അതൊക്കെ DHQ അത് ഒരു പ്രോസസ് ഉണ്ട്. ബറ്റാലിയൻ ടു DHQ నుండి പോലീസ് സ്റ്റേഷൻസിലേക്കാണ്. അങ്ങനെ ഒരു 1000 പേര് വരാൻ പോകും നമുക്ക്. മാത്രമല്ല ഇപ്പൊ കുറെ ടെക്നോളജി മാറിയോടുകൂടി സമൻ സർവേ ചെയ്യുക അതൊക്കെ നമുക്കിപ്പം ഓൺലൈനിലൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. കുറെ സർവീസുകൾ നമുക്ക് ഓൺലൈനിലൂടെ അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്ന് കഴിയട്ടെന്ന് അല്ല, അങ്ങനെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ ശക്തമായ നടപടി എടുത്തുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ എന്നാ ധൈര്യം ഉണ്ട് എന്നെ പിടിച്ചോളാൻ പറയുന്നവരെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി എന്താ വരാൻ പോകുന്നു? എല്ലാ മേഖലകളിലും സ്ത്രീ പ്രാതിനിധ്യം അല്ലെ 50% റിസർവേഷൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഫോഴ്സിൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? ഏത് അതിന്റെ സ്ത്രീകളുടെ എണ്ണം കൂട്ടാനുള്ള നടപടി തന്നെ നമുക്കുള്ളത്. നമുക്കതാ ഇപ്പൊ തന്നെ 63 പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരായിട്ട് നമ്മൾ സ്ത്രീകളെയാണ് നിയമിക്കുന്നത്. അല്ല, അത് നോക്കിട്ട് അല്ല, DIGമാർക്ക് ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. സോണിലെ ADGP ഉണ്ടായിരുന്നു, അത് ആലോചിച്ചിട്ടില്ല. നോക്കാം നമുക്ക്. ഒന്നാമത് നമുക്ക് ADGPമാരുടെ എണ്ണം വളരെ കുറവാണ്. അല്ല, ഇതൊന്ന് കഴിഞ്ഞിട്ടാ ഞാൻ വരാം, സംസാരിക്കാതെ. അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല. ആ ജീപ്പിൽ പോലും കൊണ്ടുപോയില്ല. ആംബുലൻസ് പോലും വിളിക്കാൻ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് ഒരു ഓട്ടോ വാഹനത്തിൽ കയറ്റിയാണ് അപകടത്തിൽപ്പെട്ട ആളെ. തുമ്പേലാണോ? അത് ഞങ്ങൾ പരിശോധിക്കാം, നോക്കാം. കൽപ്പറ്റയിൽ ആക്ഷൻ എടുത്തു എന്നുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞോ? ഇത് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനെ സഹായിക്കണം. മൈ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ നല്ല കാര്യം കൂടെ പറയണം. കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ പെയിന്റ് അടിക്കുന്നു, എല്ലാ ആക്രി സാധനങ്ങളും മുഴുവൻ മാറ്റുന്നു, പോലീസിൽ പുതിയൊരു ഉന്മേഷം വരുന്നു. ആ കാര്യങ്ങളൂടെ ഒന്ന് പറയണം. സമയത്താണ് ഈ ഒരേ പെയിന്റ് ആശയം കൊണ്ടുവന്നത്. അതുകൊണ്ട് വിഭാഗം ഉണ്ടായി.
ഒരു പ്രത്യേക കമ്പനിയുടെ പെയിന്റ് അതെനിക്കറിയില്ല. കമ്പനി താങ്കൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക തരം കളർ കൊണ്ടുവരും. ഇല്ല. അത് പ്രത്യേക കമ്പനി എന്ന് പറഞ്ഞു. അതെനിക്കറിയില്ല ഏത് കമ്പനിയാണ്. ഇത്തവണ അങ്ങനെ ഉണ്ടാവും. അല്ല അതിപ്പോ ഓൾറെഡി അതൊക്കെ ആക്ച്വലി നമ്മൾ അതില് വെരി ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പുതിയത് 69 പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. അത് ഒഴിവാക്കി ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻസിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിവാദം വരുവില്ല അതിലേക്ക്. നമ്മള് സ്ഥലം കണ്ടാൽ ഇത് പോലീസ് സ്റ്റേഷൻ ഒരു വിവാദം വരുവില്ല. സാറേ ഈ അതെ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഒന്ന് ഈ എല്ലാ സ്റ്റേഷനിലും ഒരേ കളർ, പിന്നെ ഈ പറയുന്ന യൂണിഫോം തന്നെ പല കാക്കിയാണ്, അതിനെ ഒരുപോലെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് പ്രശ്നം വന്നത്. പ്രത്യേക കമ്പനികൾക്ക് മാത്രമായിരിക്കും ഒരേ കളർ ഉള്ളത്. അങ്ങനെ യൂണിഫോം ഒരു ഇതാക്കാൻ തീരുമാനിച്ചില്ല. അല്ലെ ഞാൻ പറഞ്ഞത് അല്ല ഇതിന്റെ സാർ ഈ കാര്യത്തില് പോലീസ് സ്റ്റേഷൻസിന്റെ സ്പുറിസിംഗ് അപ്പ് ചെയ്യുമ്പോഴും അവിടുത്തെ അതിന് അതാത് സ്റ്റേഷൻസിൽ മാത്രം നടക്കുന്നതാണ്. ആ ജില്ലാ SP മാരുടെ നേതൃത്വത്തില് അങ്ങനെ ഒരു താങ്കൾ സൂചിപ്പിക്കുന്ന പ്രകാരം നടക്കുന്നില്ല. ജില്ലാ സൂപ്രണ്ട് DPC മാരുടെ നേതൃത്വത്തില് അവരുടെ പോലീസ് സ്റ്റേഷൻസിന്റെ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അപവാദം വരില്ല. ഇതിനകത്ത് ഇപ്പം പോലീസിലെ സ്റ്റേഷനുകൾ ആളില്ലാത്തൊരു കാര്യമാണ്. ഇനി സർക്കിൾ വരുമ്പോൾ ഏതാണ്ട് ശരാശരി റൈറ്റർമാർ ഉൾപ്പെടെ ഒരു 10ഓളം പോലീസുകാർ സർക്കിൾ ഓഫീസിലേക്ക് മാറും. അപ്പൊ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ആളുകൾ കുറയില്ല. അല്ലെ നമുക്ക് പോലീസ് സ്റ്റേഷനിലെ വേക്കൻസി ഇല്ല. നമുക്ക് ഉള്ള അംഗസ്ഥ ഭംഗം നമുക്ക് സാങ്ഷന്റെ സ്ട്രെങ്ത് പ്രകാരം ആളുകൾ നമുക്കുണ്ട്. പക്ഷെ സാറ് സൂചിച്ച പ്രകാരം അത് ആവശ്യത്തിൽ ഇല്ല മാത്രമാണ്. അതിന്റെ നമുക്ക് നേരത്തെ ഉള്ളപ്പോൾ കൂടെ സർക്കിൾ റൈറ്റേഴ്സ് എല്ലാം സ്റ്റേഷനിലെ ഭാഗം തന്നെ അതിന്റെ ആവശ്യമുള്ള നമുക്ക് പ്രൊപ്പോർഷനായിട്ട് മെറ്റാൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. പുനർജനി പദ്ധതി അതിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, പോലീസ് ഡയറക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് എഴുതിത്തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ വിജിലൻസ് ഡയറക്ടർ തന്നെ നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റിന് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ആ റിപ്പോർട്ട് തന്നെയാണ് വീണ്ടും വന്നത്. അതെല്ലാം വേറെ റിപ്പോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് വീണ്ടും അന്വേഷിച്ചത്. ഇതിനകത്തൊരു കാര്യം വളരെ വ്യക്തമാണ്. പുനർജനി പദ്ധതിയിൽ അന്നത്തെ MLA-യും പിന്നീട് പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും ഇടതുമുന്നണി ഗവൺമെന്റ് കാലത്ത് അന്വേഷിച്ച ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. ഈ അന്വേഷണം മുഴുവൻ നടന്നത് ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. ആദ്യത്തെ DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരമുള്ള അന്വേഷണങ്ങൾ നടത്താൻ വിജിലൻസിന് കഴിയത്തില്ലെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് CBI അന്വേഷിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചുമ്മാ തെറ്റായ വാർത്തകൾ വെറുതെ കൊടുക്കുന്നതാണ്. അവര് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും വിജിലൻസ് അന്വേഷിക്കാൻ കഴിയില്ല, ഇത് അന്വേഷിക്കേണ്ടത് വേറെ ഏജൻസികളാണ്, കേന്ദ്ര ഏജൻസികളാണെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അവരന്വേഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇത് അങ്ങനെയാണെങ്കിൽ തെളിവുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് CBIക്ക് വിട്ടില്ല, അല്ലെങ്കിൽ വേറെ കേന്ദ്ര ഏജൻസികൾക്ക് എന്തുകൊണ്ട് വിട്ടില്ല? കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനകത്ത് യാതൊരു കഴമ്പുമില്ല, തെളിവില്ല എന്ന്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഈ കേസ് CBIക്ക് വിടാതിരുന്നത്? ഇപ്പൊ ഞങ്ങൾ എന്റെ മുമ്പിൽ വന്ന ഫയലിൽ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ല എന്നെഴുതി വന്ന് ഈ കേസ്, അതുകൊണ്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്തത്. ഒരു തെളിവുമില്ല എന്ന് ഇടതുമുന്നണിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവരും ഒന്ന് ഫർദർ ആക്ഷൻ എടുക്കാതിരുന്നത്. അത്രേ ഉള്ളത്. എന്റെ ചോദ്യം അതല്ല. താങ്കൾ ഇത് മനസ്സിലാവാത്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഗോവിന്ദ മാസ്റ്റർക്ക് മാത്രമേ ഇത് മനസ്സിലാവാതുള്ളൂ. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞു പിണറായി വിജയൻ പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി. വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അതെ, അടിസ്ഥാനം അത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടാണോ അല്ലെങ്കിൽ രണ്ടാമതൊന്നാണെങ്കിൽ വിജിലൻസ് ഡയറക്ടർ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് ഫർദർ അന്വേഷണം നടത്തിച്ചിട്ടാണോ? അല്ല, ആ ഫയൽ അതിനകത്ത് ആ ഫയലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെളിവില്ല എന്ന് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ അല്ലേ എനിക്ക് ഫയൽ അയക്കുന്നത്, അല്ലാണ്ട് പഴയ ഡയറക്ടറാണോ? ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ പഴയ വിജിലൻസ് ഡയറക്ടർ പറഞ്ഞ കാര്യം കൂടി ചേർത്തുള്ള ഫയലാണ് അയച്ചത്. എന്തുകൊണ്ട് പഴയ മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി മിണ്ടാത്തത്? ആകെ സംശയമുള്ള ഗോവിന്ദ മാസ്റ്റൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പൊ ഇത്തിരി സംശയം കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം. ഞാൻ പറയട്ടെ, ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഞാനാണോ പറയണ്ടേ? ഞാനങ്ങനെ പറയാൻ പാടില്ല. KG മോഹൻദാസിന്റെ പേരിൽ എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ പരാതി IG ക്രൈംസിന് കൊടുത്തു. ക്രൈംസ്
അദ്ദേഹത്തിന് പേരിൽ FIR ഇട്ടു. അന്വേഷണം നടക്കുകയാണ്. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ. അല്ല ആഭ്യന്തരമന്ത്രി പറയും ഇന്നയാളെ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് പോലീസിന് കേൾക്കാൻ പറ്റുമോ? അവിടെയല്ലേ തെറ്റ്. ഏറ്റവുമായിട്ട് ഈ പ്രളയം ബാധിച്ചല്ലോ പല ജില്ലകൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ. അപ്പം മുഖ്യമന്ത്രി വേണ്ട സ്ഥലങ്ങളിൽ പോയില്ല, മറ്റു പല ചില പരിപാടികൾ പോയെന്ന് പറഞ്ഞ വിമർശനം വരുന്നുണ്ട്. അങ്ങ് ഒരു HM കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. അതിലൊരു വീഴ്ച ഉണ്ടായിരുന്നു. ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പോവേണ്ടതായിരുന്നില്ല. പോയല്ലോ. മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ റാന്നി, തിരുവല്ല, പത്തനംതിട്ട ജില്ലകളുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ പോയിരുന്നു. ഞാൻ ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയിലും ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെയും ഞാൻ പോയി കുട്ടനാട്. ഇന്നലെയും ഞാനും എക്സൈസ് മന്ത്രി ലിജു ഞങ്ങള് ഇന്നലെ കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, കുട്ടനാട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളും പോയി. ഒരിക്കലുമല്ല. ഇന്ന് റവന്യൂ മന്ത്രി ആലപ്പുഴ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ ഓരോ ജില്ലയിലും ചുമതലപ്പെട്ട മന്ത്രിമാര് പോയിട്ടുണ്ട്. കഴിഞ്ഞ മുഖ്യമന്ത്രി എത്ര സ്ഥലത്താ പോയി ഞാൻ ചോദിക്കാം. ആകെ പോയത് ഞാനും അദ്ദേഹം കൂടെ ഹെലികോപ്റ്ററിലാണ് പോയത്. ഒരു താഴെ ഇറങ്ങിയില്ല ഒരു സ്ഥലത്തും പോകാൻ. കാരണം 2 സ്ഥലത്ത് ഞങ്ങൾ താഴെ ഇറങ്ങി. ഒരു മിനിറ്റ്, ബത്തേരിലും ഇറങ്ങി, പിന്നെ ഏതോ ഒരു സ്ഥലത്തോടെ ഇറങ്ങി. ഞങ്ങൾ ഞാൻ പറഞ്ഞു കേട്ട് ഞങ്ങൾ ഒരുമിച്ചാ പോയത്. ഈ പ്രളയം ഉണ്ടായ സ്ഥലങ്ങളിൽ ശ്രീ പിണറായി വിജയൻ എത്ര സ്ഥലത്ത് പോയില്ല. മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാർ നോക്കുന്നുണ്ട്. മന്ത്രിമാർ അതേ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞാനും അവിടെ പോയിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹവും പോയി. ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് 1-ാം തീയതിയാണ്. ആ ദിവസം മുഖ്യമന്ത്രി ഒരു ഭാഗത്തും പോയില്ല. 5ഓളം പരിപാടി, സ്വകാര്യ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. സർക്കാരത്തിലും പങ്കെടുത്തു. അത് ശരിക്കും അനുചിതമല്ല. അല്ല, അങ്ങനെയല്ല. ജില്ലയിലടക്കം 4 പേര് മരിച്ചു. തന്നെ CM തന്നെ പറഞ്ഞു കുട്ടികളടക്കം മുങ്ങി മരിച്ചത് ഈ സർക്കാരും സ്വീകരിച്ച പൊന്നാനിക്ക് അടുത്തുള്ള സ്ഥലത്തുണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി ഒരു വീട്ടിൽ പോലും പോയില്ല. ഇത് 5ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത്. കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവ് അതൊരു അനുചിതമായ ഒരു പരിപാടി. സർക്കാരത്തിൽ പങ്കെടുക്കുക അന്നത്തെ ദിവസം കേരള ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ദിവസം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ല ഈ ചോദിക്കുന്നത്. ഞാൻ അന്ന് പോകാൻ തയ്യാറായിരുന്നു. എന്നോട് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു സാർ ഒരു മിനിറ്റ്. അതെ, മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുക്കുമല്ലോ ഇൻഫർമേഷൻ. നമ്മൾ ആ സമയത്ത് പോകരുത്. പോയാൽ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരും പോലീസും എല്ലാം കൂടി നമ്മളോട് വരികയും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് മാത്രമല്ല, ഏത് സംഭവം ഉണ്ടാകുമ്പോഴും നമ്മളോട് ഇവർ പറയും നിങ്ങളിപ്പോൾ പോരുതെന്ന് പറയും. ഒരല്പം വെയിറ്റ് ചെയ്തിട്ടേ പോകാവൂ. അതേ ഇവർ സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിങ്ങൾ അവരോട് ചോദിക്കും. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. കാരണം അന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസും ഫയർഫോഴ്സും റവന്യൂ എല്ലാ ഡിപ്പാർട്ട്മെന്റും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പം അവർക്കത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകാൻ പാടില്ല. ആ ദിവസം പോകാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കാര്യങ്ങൾ വിലയിരുത്തുക. അതാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ആഭ്യന്തരമന്ത്രിമാരും ചെയ്യേണ്ടത്. അത് തന്നെയാണ്. നമ്മളവിടെ നിങ്ങളിത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇവരുടെ അഡ്വൈസ് എല്ലാം അങ്ങനെയാണ് ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെ പാടുള്ളൂ. ആ സമയത്ത് ആളുകളെ വോട്ടിൽ കൊണ്ടുവരിക, അവിടുന്ന് കൊണ്ടുവരിക, രക്ഷപ്പെടുത്തി കൊണ്ടുവരിക, എല്ലാ സഹായങ്ങളും നൽകുക. അതാണോ പ്രധാനം? അതോ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വരികയാണോ പ്രധാനം? അതുകൊണ്ട് എപ്പോഴും അവർ ഞങ്ങളെ അഡ്വൈസ് ചെയ്യും. നിങ്ങളിപ്പോൾ പോകരുത്, 2 ദിവസം കഴിഞ്ഞേ പോകാവൂ. അതാണ് എൻ്റെ അഡ്വൈസ്. അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ മുഖ്യമന്ത്രി ആ സമയത്ത് സ്വകാര്യ ചടങ്ങുകള്, ജ്വല്ലറി ഉദ്ഘാടനം, ഓഫീസർ സെന്റർ ഉദ്ഘാടനം, ഇത്തരം പരിപാടികൾ സർക്കാരുകൾ ഒഴിവാക്കി തിരുവനന്തപുരത്ത് വന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനല്ലേ? അദ്ദേഹം ഒരു വിവേകം കാണിക്കേണ്ടതായിരുന്നില്ല. അദ്ദേഹം ഞാനും കൂടി പങ്കെടുത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത്. സെക്രട്ടേറിയറ്റിൽ വെച്ച് മറ്റേ മന്ത്രിമാർ ഓൺലൈനിലുണ്ടായിരുന്നു, കളക്ടർമാർ ഓൺലൈനിലുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് മുന്നോട്ട് പോയത്. തന്നെയുമല്ല എല്ലാവിധ സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കോടതിക്ക് മറുപടി പറയാനൊന്നുമില്ല, നിങ്ങളെല്ലാം അതൊന്ന് കേൾക്കണം. IPS IAS ഓഫീസർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ നവംബറിലാണ്. കാരണം ചില ആളുകൾ രാജിവെച്ച് പോവും, ചില ആളുകൾ ചിലപ്പോൾ അപകടത്തിൽ മരിക്കും, ചില ആളുകൾ റിട്ടയർ ചെയ്യും. ആ സമയത്ത്
ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും സ്ക്രീനിങ് കമ്മിറ്റി കൂടി അവർ ആ ലിസ്റ്റ് തയ്യാറാക്കും സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് ക്യാബിനറ്റിൽ പോകും. ക്യാബിനറ്റ് പോയി കഴിഞ്ഞ് മുഖ്യമന്ത്രി ഒപ്പിട്ട് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരുടെ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാമത്തെ പേര് MR അജിത് കുമാറിന്റെ, രണ്ടാമത്തെ ശ്രീജിത്തിന്റെ, പിന്നെ സുരേഷ് രാജ് പുരോഹിത്, അദ്ദേഹം നമ്മുടെ ഇല്ല, സെൻട്രൽ സർവീസസ്. ഇങ്ങനെ സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്. അന്ന് എവരുടെയൊന്നും പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. 3 കാരണങ്ങൾ കൊണ്ടേ ഒരാളുടെ സീനിയോറിറ്റി ലംഘിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. 1, അദ്ദേഹത്തിന്റെ പേരിൽ സസ്പെൻഷൻ ഉണ്ടാകണം. 2, വകുപ്പ് തല നടപടിയും മെമ്മോയും കൊടുത്തിരിക്കണം. 3, അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസോ ഉണ്ടാകണം, കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. ഈ 3 കാരണത്തിന്റെ പേരിൽ മാത്രമേ ഒരു IPS ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. MR അജിത് കുമാറിന്റെ പേരിൽ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് സീനിയോറിറ്റി പ്രകാരം പ്രൊമോഷൻ കൊടുക്കാൻ കഴിയാതെ വന്നത്. രണ്ടാമത്തേത് ശ്രീജിത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസോ ഈ പറഞ്ഞ 3 കാരണങ്ങളോ അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികം, ഞാൻ കണ്ടുപോലുമില്ല, ഞാൻ കണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര സെൻട്രൽ സർവീസ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ചീഫ് സെക്രട്ടറി ആ ലിസ്റ്റ്, പിണറായി വിജയൻ ഒപ്പിട്ട ലിസ്റ്റ് ഓൾറെഡി നിലവിലുള്ളത് കൊണ്ട് അടുത്തയാളുടെ പേര് ശുപാർശ ചെയ്യുന്നു. ശ്രീജിത്തിന്റെ പേരിൽ ഒരു കേസില്ല, സസ്പെൻഷൻ ഇല്ല, അദ്ദേഹത്തിന് വകുപ്പ് തല നടപടിയില്ല, മെമ്മോ കൊടുത്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ DGP ആവും. ഒരു കോടതിയിൽ കേസ് നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനും ജീവിതത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ് പ്രൊമോഷൻ. ആ പ്രൊമോഷൻ തടയാൻ നമുക്ക് കഴിയില്ല. കാരണം സിവിൽ സർവീസ് റൂൾസ് അതാണ്. ഇതാണ് എന്റെ സംഭവം. ഇത് പലർക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഞാൻ പത്രലേഖകർ എന്നോട് ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ സംഭവം. അല്ലാണ്ട് ഞങ്ങൾ ആരെയും അൺഡ്യൂവായി സഹായിക്കാനോ എതിർക്കാനോ മുന്നോട്ട് വന്നിട്ടില്ല. ധൃതിയല്ല, അത് ഇറ്റ്സ് ഓട്ടോമാറ്റിക്. ആ വേക്കൻസി വന്നു, അവർ ചീഫ് സെക്രട്ടറി എഴുതി കൊടുത്ത് വരും. അത് ഓട്ടോമാറ്റിക് ആണ്. ആരുടെ കാര്യമാണേലും കോടതിയിൽ ചിലപ്പോൾ പോയ വക്കീൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണത്തില്ല, അതുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ പറയുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരാതി ഞാൻ കാസർഗോഡ് ചെന്നപ്പോൾ തന്നു. അത് IG പ്രകാശന് സൈബർ ക്രൈംസ് അന്വേഷിക്കാൻ കൊടുത്തു. ഓഗസ്റ്റ് മാസത്തില് വാടക കരാർ അവസാനിക്കും. അത് വാങ്ങിച്ചാൽ DGP ആണ്. എടുത്താൽ നിങ്ങളെ അറിയിക്കത്തില്ലേ? ഞങ്ങൾ നടപടി എടുക്കേണ്ട കാര്യം ജാഗ്രത ഞങ്ങൾ തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സുഗതന്റെ അവധി സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര വകുപ്പ് റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഉത്തരവിൽ ഇറക്കിയിരിക്കുന്നത് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറിയുടെ ആ അണ്ടർ സെക്രട്ടറി അതായത്